ഹായ് ഗൈസ്, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ടോം ഹോളണ്ട് നായകനായി ഡസ്റ്റിൻ ക്രെട്ടോൺ ഡയറക്റ്റ് ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രം. സ്പൈഡർമാൻ എന്ന് കേൾക്കുമ്പോഴേ എനിക്കൊക്കെ പേഴ്സണലി എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന മുഖം എന്ന് പറയുമ്പോൾ ടോബി മാഗ്വയറാണ്. കാരണം പുള്ളി ഞങ്ങളൊക്കെ നമ്മൾ കണ്ടു വളർന്നത് പുള്ളിയുടെ സ്പൈഡർമാൻ മൂവീസ് തന്നെയാണ്. ഇപ്പം അതിനുശേഷം നമ്മുടെ ആൽഫ്രഡ് ഗാർഫീൽഡ് വന്നെങ്കിലും പുള്ളിയുടെ അത് രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അമേസിങ് സ്പൈഡർമാനിൽ. പക്ഷെ സ്റ്റിൽ ടോബി എന്ന് പറയുമ്പം പുള്ളിയുടെ ആ റേഞ്ച് തട്ട് താഴേനെ ഇരിക്കും എന്ന് പറയുന്ന രീതിയിൽ. അപ്പം ഈ പിന്നെയും നമ്മുടെ ടോം ഹോളണ്ട്, അങ്ങനെ അതിനുശേഷം ടോം ഹോളണ്ട് വന്നപ്പോഴും അതിൽ ഇപ്പൊ എത്ര ചിത്രങ്ങൾ ഇറങ്ങിയാലും ടോബി മാഗ്വയർ തന്നെയാണ് ഇപ്പോഴും സ്പൈഡർമാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. സ്റ്റിൽ കാരണം ടോം ഹോളണ്ട് പടങ്ങളിൽ തന്നെ എനിക്ക് പേഴ്സണലി പുള്ളി ഒരു കിഡ്, പൊതുവെ പടത്തിലും അങ്ങനെയാണല്ലോ എല്ലാവരും പുള്ളിയെ വിളിക്കുന്നത്. പുള്ളിയെ അങ്ങനെയാണ് ഒരു പയ്യൻ റേഞ്ച്, ഒരു കിഡായിട്ടാണ് ടോം ഹോളണ്ട് ഇതുവരെയുള്ള. ഇപ്പം നമ്മൾ നോവൽ നോക്കിയാലും എല്ലാം, ഫാർ ഫ്രം ഹോം നോക്കിയാലും എല്ലാം, നമ്മുടെ അവഞ്ചേഴ്സ് സീരീസ് നോക്കിയാലും എല്ലാം പുള്ളിയെ കൺസിഡർ ചെയ്യുന്ന ഒരു കിഡായിട്ടാണ്, ഒരു കിഡ് സ്പൈഡർമാൻ, ഒരു കിഡിഷ് സ്പൈഡർമാൻ. സോ ഇപ്പോഴും ആ ടോം ഹോളണ്ടിന്റെ ആ ഒരു പക്വത, ആ ഒരു റേഞ്ച് ഓഫ് ആക്ടിങ്, നമ്മുടെ സ്പൈഡർമാനിൽ കണ്ട ആ പക്വതയുള്ള ഒരു സ്പൈഡർമാൻ മിസ്സിങ് ആയിരുന്നു. സോ ഇതെല്ലാം നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴും അതെല്ലാം ഇനി അടുത്ത് നമുക്ക് ടോം ഹോളണ്ടിന്റെ ഒരു സ്പൈഡർമാൻ ആ റേഞ്ച് നമ്മൾ അത് പ്രതീക്ഷിച്ചാണ് കയറുന്നത്. പക്ഷെ ഈ പടം പറയാതിരിക്കാൻ വയ്യ. പടം ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം പടം ഒരു രക്ഷയില്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അമേസിങ് മൂവി. സോ പറഞ്ഞു വന്നത് ടോം ഹോളണ്ട് എന്ന ബോയിൽ നിന്ന് പുള്ളിയുടെ സ്പൈഡർമാനിൽ ഒരു ബോയിൽ നിന്ന് ഒരു മെന്നിലേക്കുള്ള മാറ്റം, പുള്ളിയുടെ സ്പൈഡർമാനിൽ നിന്നൊരു പക്വതയായിരുന്ന ആക്ടിങ് കാണാൻ സാധിച്ചു. ദ ഹോൾ മൂവി, ഇൻ ദിസ് ഹോൾ മൂവി കിടിലം ഡയറക്ഷൻ. ഡസ്റ്റിൻ ക്രെട്ടോൺ നന്നായി, കാരണം ഒരു കോമൺ ഓഡിയൻസിന് കലങ്ങുന്ന രീതിയിലുള്ള ഡയറക്ഷൻ. ഒരുപാട് ഗസ്റ്റ് ക്യാമിയോ ഒന്നും അങ്ങനെ നമ്മളൊരു ടിപ്പിക്കൽ ഹോളിവുഡിൽ കാണുന്ന ഒരു വേ ഓഫ് നരേഷൻ ഒന്നും അല്ല. ഭയങ്കര ക്യാമിയോസും സൂപ്പർ ഹീറോസും എലമെന്റ്സും ഒന്നും അങ്ങനെ ഒന്നും കുത്തിക്കയറ്റാതെ ഒരു കറക്റ്റായിട്ടൊരു മീറ്ററിൽ പിടിച്ചു പോകുന്നൊരു പടം. ഇതിന്റെ മലയാളം ഡബ്ബിങ്ങും നല്ല വണ്ടർഫുൾ ആണെന്നാണ് ഞാൻ കേട്ടത്. സോ ഞാൻ കണ്ടത് ഇംഗ്ലീഷാണ്. ഞാൻ ഇംഗ്ലീഷായിട്ട് തന്നെ പണ്ട് മുതലേ കാണാം. ഞാൻ ഒരുപാട് ഹോളിവുഡ് മൂവീസ് ഫോളോ ചെയ്യുന്നൊരു ആളല്ല. പക്ഷേ ഇതുപോലുള്ള മെയിൻ സൂപ്പർ ഹീറോ മൂവീസ്, ഇപ്പോൾ സ്പൈഡർമാൻ ആയാലും ബാറ്റ്മാൻ ആയാലും അങ്ങനെയുള്ള എല്ലാ മൂവീസും, പ്രത്യേകിച്ച് ഈ സൂപ്പർ ഹീറോ മൂവീസിൽ സ്പൈഡർമാൻ മൂവീസ്, അത് നമുക്ക് കുറച്ച് നമുക്കത് നമുക്ക്, കാരണം നമ്മളത് ഫോളോ ചെയ്ത് വരുന്നവരാണ്, നമുക്കത് മനസ്സിലാവും. അത് ഇംഗ്ലീഷിൽ കണ്ടാലും നമുക്കത് കണക്റ്റ് ആവാൻ മനസ്സിലാവും. സോ ഈ മൂവി ഫസ്റ്റ് ഹാഫ് എടുത്താലും സെക്കൻഡ് ഹാഫ് എടുത്താലും കിടിലമായിട്ട് നമ്മളുണ്ട്. അത് സ്റ്റോറി ആയാലും അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ആയാലും നരേഷൻ സ്റ്റൈലാണെങ്കിലും ഒരുപാട് അങ്ങനെ വലിയ രീതിയിലുള്ള ഇതൊന്നും കൊടുക്കാം. തുടക്കം മുതൽ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള എല്ലാം VFX ഒക്കെ ഒരു രക്ഷയില്ല, പറയാതിരിക്കാം. മാർവലിൻ്റെ പിന്നെ മാർവൽ മൂവീസിനായാലും അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. തുടക്കം തന്നെ നമുക്കത് മനസ്സിലായി, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സോ ദ ഹോൾ 3D പാക്ക്, നമുക്കൊരു 3D നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ ഒന്നും പറയില്ല, നിങ്ങൾ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി, അത്രേ എനിക്ക് പറയുള്ളൂ. കാരണം ഇതിന് പിള്ളേരൊക്കെ ആയാലും ഇനി വലിയവർക്കാണെങ്കിലും സ്പൈഡർമാൻ മൂവീസിലെ ഫോളോ ചെയ്യുന്ന ഏതൊരു ആരാധകനായാലും മോശമൊന്നും തോന്നില്ല. നമുക്ക് നല്ല കിടിലം എക്സ്പീരിയൻസ് ഈ പടത്തിൽ കിട്ടും. അത് ത്രൂ ഔട്ട് ഞാൻ പറഞ്ഞില്ല, ടോം ഹോളണ്ടിന്റെ ആക്ടിങ് തന്നെ ഒരുപാട് എനിക്കെന്തോ ഇതിൽ അദ്ദേഹത്തിന് ആ നരേഷൻ, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും ആ മെന്റൽ സ്ട്രെസ്സും ഇതെല്ലാം പുള്ളി കാരണം ഇത് നോവേ ഹോമിന്റെ അടുത്ത് കണ്ടിന്യൂഷൻ ആണല്ലോ. അപ്പം അതിൽ ഇപ്പം പീറ്റർ പാർക്കർ സ്പൈഡർമാൻ ആണെന്നുള്ള കാര്യം എല്ലാവരും മറന്നല്ലോ. അദ്ദേഹത്തെ പിന്നെ ഇപ്പം പീറ്റർ പാർക്കർ ആണെന്നുള്ളത് സ്പൈഡർമാൻ എന്നുള്ളത് അറിയില്ല. സോ അദ്ദേഹത്തിന്റെ കാമുകി അടക്കം എല്ലാവരും മറന്നുപോയി. സോ അതാണല്ലോ എൻ്റെ കണ്ടിന്യൂഷൻ തുടങ്ങുന്നത്. പക്ഷെ അത് തൊട്ട് ഈ ചിത്രത്തിലേക്ക് വരുമ്പോഴും പിന്നീട് പുള്ളി ക്യാരി ചെയ്തിട്ട് പോകുന്ന ഇമോഷൻസ്, സെന്റിമെന്റ്സ്, അതെല്ലാം ത്രൂ ഔട്ട് ഹോൾ പാക്കേജ് ആണ്. ഇനി ഇതിൽ ഒരുപാട് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ജോൺ ബ്രന്താളിന്റെ ക്യാരക്ടറാണ്. സത്യം പറഞ്ഞ ഫ്രാങ്ക് ഗസ്റ്റ്, അത് പുള്ളിയുടെ ത്രൂ ഔട്ട് തിയേറ്ററിൽ ഒരു ചിരി ഓളം ഉണ്ടായിരുന്നു. പുള്ളി സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു കോമിക് ഫീലും പുള്ളിയെ കണ്ടതുപോലെ അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതുപോലെ തന്നെയാണ് ബാക്കി എല്ലാവരും. ഇപ്പം സെന്റിയുടെ കൂട്ടുകാരന്റെ, നമ്മുടെ നെഡിന്റെ ജാക്കോബ് ചെയ്ത നെഡ്, എല്ലാം നമ്മൾ ഇതുവരെ ഇതിൽ കണ്ട അതേ ഒരുപാട് കഥാപാത്രങ്ങളൊന്നും പുതുതായിട്ട് കുത്തിക്കയറ്റില്ല. പിന്നെ നമ്മളൊരു ഇതിൽ വില്ലത്തിയായിട്ടൊരു പുള്ളിക്കാരി വരുന്നുണ്ട്,
പുള്ളിക്കാരുടെ പേര് സാഡിയ സിംഗ് എന്നാണ്. പുള്ളിക്കാരി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കഥാപാത്രത്തിന് മോശമായി രീതിയിൽ ഫീൽ ചെയ്തില്ല. എല്ലാം നല്ല രീതിയിലുള്ള ഒരു ചിട്ടയായ കഥാപാത്രങ്ങൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ഓർഡറിൽ കറക്റ്റായിട്ട് പോകുമ്പോഴാണ് ഫീൽ ചെയ്തത്. ഒരു മീറ്റർ പിടിച്ചിട്ട് പോകുന്നൊരു പടം. കാരണം ഹോളിവുഡ് മൂവീസിൽ നമ്മൾ സാധാരണ അങ്ങനെ കാണാറില്ല. ഒരു കോമൺ ഓഡിയൻസിന് ആയി ഇപ്പൊ ഇതുവരെ കാണാത്ത ഒരാൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആസ്വദിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. നമ്മൾ ഇതുവരെ ഒരു പാർട്ടും കാണാത്ത ഒരാൾക്ക് ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിലും നല്ല രീതിയിൽ സ്വാഭാവികം. കാരണം ഇതിലേക്ക് അത്രയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എലമെന്റ്സ് ഉണ്ട്. നമ്മൾ വിഷ്വൽ ട്രീറ്റ് ഉണ്ട് പടം ത്രൂ ഉണ്ട്. 3D ആയാലും VFX ആണെങ്കിലും എല്ലാം പൊടിയായിരുന്നു. സോ എനിക്ക് ടോം ഹോളണ്ടിനെ കൊണ്ട് ഇന്ത്യ ഇതൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഇത് കാണുമ്പോൾ നമുക്ക്, കാരണം പുള്ളിയുടെ ബോയിൽ നിന്ന് ഒരു പക്വതയായിരുന്നു ഒരു സ്പൈഡർമാനിലേക്ക് പുള്ളി വന്നു എന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം പുള്ളിയുടെ മറ്റേ ടെക്നിക്കലായിട്ടുള്ള വരവിടുന്ന സംഭവങ്ങളൊക്കെ അത് പറ്റാത്ത അവസ്ഥ, അത് പുള്ളിക്ക് നാച്ചുറലി പിന്നെ ഉണ്ടാകുന്ന അവസ്ഥ എല്ലാം വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് ത്രൂ ഔട്ട്. ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്നത് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് മോശമല്ലായിരുന്നു. പടം ത്രൂ ഔട്ട് ഒരു വൺ ഓഫ് ഫാന്റാസ്റ്റിക് മൂവി എന്ന് തന്നെ പറയാം. നമ്മുടെ ഹൾക്കണ്ണനൊക്കെ വരുന്നു. ഹൾക്കണ്ണനായിട്ടൊക്കെ ഉള്ള ഫൈറ്റൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ കുറെ ചൈനീസ് ഫൈറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അത് തിയേറ്ററിൽ നല്ല കിടിലോളായിരുന്നു. സ്പൈഡർമാനും ആ ചൈനീസ് ഫൈറ്റേഴ്സും തമ്മിലുള്ള ആ ഒരു സെക്ഷനും അവിടെ അദ്ദേഹം പറയുന്നൊരു ഇതുണ്ട്. നീ പീറ്റർ പാർക്കർ ആണോ സ്പൈഡർമാൻ ആണോ എന്നുള്ളതിൽ പുള്ളി പറഞ്ഞത് ഐ എം ബോത്ത് എന്ന് പറയുന്നത് അപ്പോഴും കിട്ടുന്നൊരു ആ തിയേറ്ററിൽ ഉണ്ടാക്കിയ ഓളം. സോ ടോം ഹോളണ്ടിന്റെ ഒരു എന്താ പറയുന്ന ഒരു റേഞ്ച് മാറി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ ഉള്ളത് കണ്ടില്ല. എനിക്കിതാണ് പേഴ്സണൽ. എനിക്ക് ടോം ഹോളന്റെ പടത്തിൽ നോക്കുമ്പോൾ ഇത് ഇത്രയും ഇറങ്ങിയില്ല. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സ്പൈഡർമാൻസ്. ഇതിന് മുമ്പുള്ളതിൽ 3 സ്പൈഡർമാൻ നോവേ ഹോമിലേക്ക് 3 സ്പൈഡർമാൻ വരുന്നതൊക്കെ സംഭവം മുമ്പുണ്ട്. അതൊക്കെ ആ റേഞ്ചിൽ കൊള്ളാമെങ്കിൽ എനിക്ക് ടോം ഹോളണ്ടിനെ നോക്കുമ്പോൾ ആ പേഴ്സണൽ ഇതാണ്. ഇത് അദ്ദേഹം നന്നായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയാം. പിന്നെ നമ്മൾ പറയില്ല ഹൾക്കണ്ണൻ, അത് മാർക്ക് റുഫലോയുടെ ഹൾക്കണ്ണൻ എല്ലാം ഇതിൽ വരുന്നുണ്ട്. ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഹൾക്കിന്റെ ഹൾക്കും സ്പൈഡർമാനും തമ്മിലുള്ള ആ ഫൈറ്റ് സീന് എല്ലാം ഒരു രക്ഷയില്ലായിരുന്നു. സോ വേറെ ഒന്നുമില്ല, പടത്തിനെ കുറിച്ച് പറയാനൊന്നുമില്ല. നിങ്ങൾ എന്തായാലും പോയി വാച്ച് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. സോ ഇതാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയെ കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. വെറും 50 സബ്സ്ക്രൈബർ മാത്രമുള്ളൂ. അഥവാ എൻ്റെ വാക്കുകളായിട്ട് കണ്ടാൽ മതി. സോ ഇനിയും ഇതുപോലുള്ള റിവ്യൂസ് ഇടാൻ എനിക്കൊരു പ്രചോദനമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അടുത്ത മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂയുമായി നിങ്ങളെ സന്ധിക്കും വരയ്ക്കും വണക്കം.